Yo, check the mic, 1, 2, this is a test. സംഗീതം മനുഷ്യന്റെ വികാരങ്ങളെയും അനുഭവങ്ങളെയും പ്രകടിപ്പിക്കാനുള്ള ഒരു ശക്തമായ ഉപാധിയാണ്. കാലത്തിനനുസരിച്ച് സംഗീതത്തിന് രൂപഭേദങ്ങൾ വന്നിട്ടുണ്ട്. അത്തരത്തിൽ 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഉയർന്നു വന്നതും ലോകമെമ്പാടും സ്വാധീനം ചെലുത്തിയതുമായ ഒരു സംഗീതശാഖയാണ് റാപ്പ് സംഗീതം. ന്യൂയോർക്കിലെ ബ്രോങ്സ് എന്ന പ്രദേശത്ത് 1970-കളിൽ ആഫ്രിക്കൻ അമേരിക്കൻ, ലാറ്റിനോ, കരീബിയൻ യുവജനങ്ങളുടെ ഇടയിൽ നിന്നാണ് റാപ്പ് സംഗീതം ഉത്ഭവിക്കുന്നത്. ദാരിദ്ര്യം, വർണ്ണവിവേചനം, സാമൂഹിക അനീതികൾ, മയക്കുമരുന്നുപയോഗം, സംഘർഷങ്ങൾ എന്നിവ നിറഞ്ഞ ഒരു ചുറ്റുപാടിൽ നിന്ന് അതിജീവനത്തിന്റെ ശബ്ദമായി റാപ്പ് സംഗീതം ഉയർന്നുവന്നു. റാപ്പ് സംഗീതത്തിന്റെ ഉറവിടം ഹിപ്ഹോപ്പ് സംസ്കാരത്തിലാണ്. ഡിജെയിങ്, എംസിയിങ് അതായത് റാപ്പിംഗ്, ബ്രേക്ക് ഡാൻസിംഗ്, ഗ്രാഫിറ്റി ആർട്ട് എന്നിവയടങ്ങിയതാണ് ഹിപ്ഹോപ്പ് സംസ്കാരം. DJ കൂൾ ഹെർക്ക്, ആഫ്രിക്ക ബംബാറ്റ, ഗ്രാൻഡ് മാസ്റ്റർ ഫ്ലാഷ് തുടങ്ങിയ DJമാർ പാർട്ടികളിൽ റെക്കോർഡുകൾ വായിക്കുകയും അവയുടെ ബ്രേക്കുകൾ നീട്ടിയെടുക്കുകയും ചെയ്തു. ഈ ബ്രേക്കുകളുടെ മുകളിൽ മൈക്കിലൂടെ ആൾക്കൂട്ടത്തെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി താളാത്മകമായി സംസാരിച്ചതിൽ നിന്നാണ് റാപ്പിംഗ് എന്ന ആശയം രൂപപ്പെടുന്നത്. പടിഞ്ഞാറൻ ആഫ്രിക്കൻ വംശജരായ ഗ്രിയോട്ടുകൾ വാമൊഴിയായി കഥകളും ചരിത്രങ്ങളും താളാത്മകമായി പറഞ്ഞിരുന്നത് റാപ്പ് സംഗീതത്തിന് ഒരു ആദ്യകാല മാതൃകയായി കണക്കാക്കപ്പെടുന്നു. ബ്ലൂസ്, ജാസ്, ഫങ്ക്, റെഗ്ഗെ തുടങ്ങിയ സംഗീത ശൈലികളും റാപ്പിന്റെ വളർച്ചയ്ക്ക് സഹായകമായിട്ടുണ്ട്. റാപ്പ് സംഗീതം നിർമ്മിക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട്. അതിലൊന്ന് സാമൂഹികവും രാഷ്ട്രീയവുമായ വിഷയങ്ങൾ പ്രതികരിക്കുക എന്നതാണ്. വംശീയ വിവേചനം, പോലീസ് ക്രൂരത, ദാരിദ്ര്യം, നീതികേടുകൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കാൻ റാപ്പ് ഒരു വേദിയായി. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദമായി റാപ്പർമാർ മാറി. വ്യക്തിപരമായ അനുഭവങ്ങൾ, പോരാട്ടങ്ങൾ, വിജയങ്ങൾ എന്നിവ പങ്കുവയ്ക്കാനും റാപ്പ് ഉപയോഗപ്പെടുന്നു. കലാപരമായ ആവിഷ്കാരത്തിനുള്ള ഒരു മാർഗം കൂടിയാണ് റാപ്പ്. വാക്കുകൾ, താളം, ഈണം എന്നിവയിലൂടെ തങ്ങളുടെ സർഗാത്മകത പ്രകടിപ്പിക്കാൻ റാപ്പർമാർക്ക് സാധിക്കുന്നു. കൂടാതെ വിനോദവും സാമൂഹിക ഇടപഴകലും റാപ്പിന്റെ ലക്ഷ്യങ്ങളാണ്. പാർട്ടികളിലും ക്ലബ്ബുകളിലും റാപ്പ് സംഗീതം ആസ്വാദനം നൽകും. സമൂഹത്തിലെ അനീതികളെയും പ്രശ്നങ്ങളെയും കുറിച്ച് തുറന്നു പറയാനും അവയ്ക്കെതിരെ ശബ്ദമുയർത്താനും റാപ്പ് സംഗീതം ഉപയോഗിച്ചു. കലാകാരന്റെ ജീവിതാനുഭവങ്ങളും വികാരങ്ങളും ചിന്തകളും സത്യസന്ധമായി പ്രകടിപ്പിക്കാനുള്ള ഒരു ഉപാധിയാണിത്. അടിച്ചമർത്തപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും കാഴ്ചപ്പാടുകൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ റാപ്പ് സഹായിച്ചു. പല റാപ്പ് ഗാനങ്ങളും സാമൂഹിക വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവും അവബോധവും നൽകി. ഹിപ്ഹോപ്പ് സംസ്കാരത്തെയും അതിലെ മൂല്യങ്ങളെയും ലോകമെമ്പാടും എത്തിക്കാൻ റാപ്പ് ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഈ സാമൂഹിക സന്ദേശങ്ങൾക്കപ്പുറം റാപ്പ് സംഗീതം ആളുകൾക്ക് ആസ്വാദനവും വിനോദവും നൽകി. അതിന്റെ താളവും വരികളിലെ രസകരമായ പ്രയോഗങ്ങളും കേൾവിക്കാരെ ആകർഷിച്ചു. ചുരുക്കത്തിൽ, റാപ്പ് സംഗീതം കേവലം ഒരു ഗാനശാഖ എന്നതിലുപരി ഒരു സംസ്കാരത്തിന്റെയും പ്രതിരോധത്തിന്റെയും പ്രകടനമാണ്. അത് കലാകാരന്മാർക്ക് അവരുടെ കഥകൾ പറയാനും സാമൂഹിക മാറ്റങ്ങൾക്ക് ശബ്ദം നൽകാനും വിനോദം നൽകാനും സഹായിക്കുന്നു. അതിന്റെ വേരുകൾ ആഫ്രിക്കൻ അമേരിക്കൻ സമൂഹത്തിന്റെ അതിജീവന പോരാട്ടങ്ങളിലാണെങ്കിലും ഇന്ന് ലോകമെമ്പാടുമുള്ള ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരാഗോള പ്രതിഭാസമായി റാപ്പ് സംഗീതം മാറിയിരിക്കുന്നു. മലയാളത്തിലും റാപ്പ് സംഗീതം വലിയ വളർച്ച നേടിയിട്ടുണ്ട്. റാപ്പ് സംഗീതം ഒരു സംഗീതമേ അല്ല എന്ന വിശ്വാസം നമ്മുടെ മലയാളികൾക്കിടയിൽ ഇപ്പോഴുമുണ്ട്. കാരണം റാപ്പ് സംഗീതത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ മാത്രമാണ് അത്.